ബീഹാറിൽ തിരഞ്ഞെടുപ്പ് പ്രചരണം കൊഴുക്കുമ്പോൾ പ്രത്യാരോപണങ്ങളും വാഗ്ദാനങ്ങളുമായി പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ. മോദിക്ക് വലിയ നെഞ്ചുണ്ടെന്ന് പറഞ്ഞിട്ട് സാധാരണക്കാർക്ക് ഒരു ഗുണവുമില്ല എന്ന് രാഹുൽ ഗാന്ധി ബെഗുസാരായ് ജില്ലയിലെ പ്രചരണങ്ങളിൽ പറഞ്ഞു. എന്നാൽ ബീഹാറിൽ കോൺഗ്രസിനെ വിരട്ടി RJD മുഖ്യമന്ത്രി സ്ഥാനത്തെത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇത്തവണ മഹാസഖ്യം സർക്കാർ വരുമെന്നും തേജസ്വി യാദവും പറഞ്ഞു. വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നാളെ മുതൽ ബൂത്ത് ലെവൽ ഓഫീസർമാർ വീടുകളിലെത്തി വിവരങ്ങൾ ശേഖരിക്കും. ഈ സമയത്ത് രേഖകളൊന്നും നൽകേണ്ടതില്ല എന്നാണ് അറിയിപ്പ്. തിരുവനന്തപുരത്ത് ശബരിനാഥനെ മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് വാർഡ് സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് നിശ്ചയിച്ചതിൽ പ്രാദേശിക തലത്തിൽ അമർഷം. 48 പേരുടെ സ്ഥാനാർത്ഥി പട്ടിക ഇന്നലെ വൈകി പുറത്തുവിട്ടിരുന്നു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇതാദ്യമായി കേരളത്തിലെത്തി. കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിന്റെ ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത അദ്ദേഹം വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ തിരുവനന്തപുരത്തെത്തി. നാളെ ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ഉപരാഷ്ട്രപതി സന്ദർശിക്കും. വനിതാ ഏകദിന ക്രിക്കറ്റ്. ഇനി നിങ്ങളുടെ കുട്ടികൾക്ക് പരീക്ഷകളിൽ ഫുൾ മാർക്ക്. അവർ ഇനി ഒരു ക്വിസ് ഗെയിം പോലെ പരീക്ഷകളെ ഇഷ്ടപ്പെടും. വിദ്യാർത്ഥികൾക്കിടയിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന പ്രാക്ടീസ് എക്സാം ആപ്പ് ഡൗൺലോഡ് ചെയ്യുവാൻ പ്ലേ സ്റ്റോറിൽ ഗ്ലോബൽ ഗേറ്റ്വേ എന്ന് ടൈപ്പ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് ലഭിക്കുവാൻ ഈ നമ്പറിൽ ബന്ധപ്പെടാം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് N. വാസുവിനെ പ്രത്യേക അന്വേഷണ സംഘം ഇന്നലെ അതീവ രഹസ്യമായി ചോദ്യം ചെയ്തു. കമ്മീഷണറും പിന്നെ പ്രസിഡന്റുമൊക്കെയായിരുന്ന വാസുവിനെതിരെ മൊഴികൾ വന്നിരുന്നു. ഇനി മുൻ പ്രസിഡന്റ് പത്മകുമാറിലേക്കും അന്വേഷണം നീങ്ങുമെന്ന് റിപ്പോർട്ടുകൾ. തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന കേരള എക്സ്പ്രസിൽ വർക്കല വെച്ച് മദ്യപൻ ചവിട്ടി പുറത്തേക്ക് തള്ളിയിട്ട പേയാട് സ്വദേശിനി സോനുവിന്റെ നില അതീവ ഗുരുതരമായി തുടരുന്നു. ഇന്നലെ രാത്രി 8:45 ഒരു പരിചയമില്ലാത്ത സുരേഷ് എന്നയാൾ പെൺകുട്ടിയെ പുറത്തേക്ക് ചവിട്ടിയിട്ടത്. കുപ്പിവെള്ളം ബസ്സിന് മുന്നിൽ വെച്ച പാവം ഡ്രൈവറെ TV-ക്കാരെ കൊണ്ടുവന്ന് പിടിപ്പിച്ച് ഗമ കാണിക്കുന്ന വെറും തറ മന്ത്രിയാണ് ഗണേഷ് കുമാർ എന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തുറന്നടിച്ചു. മുസ്ലിം ലീഗിൽ തൊട്ടാൽ തന്നെ ചത്തുപോകുമെന്നും അത്ര വർഗീയത ഉള്ളവരാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. വിനോദസഞ്ചാരികൾക്ക് ഭീഷണിയായി തെരുവു നായകൾക്ക് പുറമെ കോവളത്ത് പാമ്പുകളും. ലൈറ്റ് ഹൗസ് ബീച്ച്, ഹൗവ ബീച്ച് എന്നിവിടങ്ങളിലാണ് പാമ്പിൻ കുഞ്ഞുങ്ങൾ ശല്യമാകുന്നത്. കത്തോലിക്കർ മതപരിവർത്തനം ലക്ഷ്യമിടുന്നവരല്ല എന്ന് കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജിജു ഡൽഹിയിൽ പറഞ്ഞു. ഫരീദാബാദ് രൂപതയെ അതിരൂപതയായി ഉയർത്തുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തന്നെ അറിയിക്കാതെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കിയതിൽ നടൻ പ്രേംകുമാർ അതൃപ്തി രേഖപ്പെടുത്തി. റസൂൽ പൂക്കുട്ടിയെ പുതിയ ചെയർമാനായി സർക്കാർ നിശ്ചയിക്കുമ്പോൾ പ്രേംകുമാർ ആ സ്ഥാനത്ത് പ്രവർത്തിക്കുകയായിരുന്നു. ആശമാരുടെ സമരത്തിന് അനുകൂല നിലപാട് സ്വീകരിച്ചതാണ് പ്രേംകുമാറിനെ പുറത്താക്കാൻ കാരണമെന്ന് പറയപ്പെടുന്നു. അന്തർവാഹിനികളുടെ നീക്കങ്ങൾ ഉൾപ്പെടെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഇന്ത്യയുടെ പുതിയ വാർത്താവിനിമയ ഉപഗ്രഹം CMS-03 സുരക്ഷിത ഭ്രമണപഥത്തിലെത്തിയതായി ISRO അറിയിച്ചു. 4410 കിലോഗ്രാമാണ് CMS-03യുടെ ഭാരം. വാർത്തകൾ ഇതുവരെ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം.